CPIM 24-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത 18-അംഗ PBയിലെ 8 പേർ പുതുമുഖങ്ങളാണ്. 85-അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുമുഖങ്ങളായി TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരുമുണ്ട്. ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവാണ്. നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി രാവിലെ യോഗം ചേർന്ന് 85-അംഗ പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കി. പുതിയ പാനലിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ DL കാരഡ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ചതോടെ തെരഞ്ഞെടുപ്പ് അനിവാര്യമായി. കാരാട് പരാജയപ്പെട്ടതോടെ CC പാനലിൽ എല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടു. CC അംഗങ്ങളുടെ പ്രായപരിധി 75 നിജപ്പെടുത്തിയപ്പോൾ പിണറായി വിജയൻ, ശ്രീമതി ടീച്ചർ, യൂസഫ് തരിഗാമി എന്നിവർക്ക് ഇളവ് നൽകി. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുഭാഷിണി അലി എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളാകും. AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണൻ, അരുൺകുമാർ, ബംഗാളിൽ നിന്നുള്ള ശ്രീദേവ് ഭട്ടാചാര്യ, തമിഴ്നാട്ടിൽ നിന്നുള്ള U വാസുകി, K ബാലകൃഷ്ണൻ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ദാവളെ, ത്രിപുര സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി, രാജസ്ഥാനിൽ നിന്നുള്ള കർഷക നേതാവും MP-യുമായ അമ്രാറാം എന്നിവരാണ് പോളിറ്റ് ബ്യൂറോയിലെ പുതുമുഖങ്ങൾ. MA ബേബി, പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, A വിജയരാഘവൻ, മുഹമ്മദ് സലീം, BV രാഘവലു, തപൻസൻ, നീലോൽപൽ ബസു, ഡോക്ടർ രാമചന്ദ്ര ഡോം, അശോക് ദാവളെ എന്നിവരാണ് മറ്റ് PP അംഗങ്ങൾ. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരാണ് 85-അംഗ കേന്ദ്ര കമ്മിറ്റിയിലെ കേരളത്തിൽ നിന്നുമുള്ള പുതുമുഖങ്ങൾ. PB അംഗങ്ങൾക്ക് പുറമെ PK ശ്രീമതി, EP ജയരാജൻ, തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, സതീദേവി, CS സുജാത എന്നിങ്ങനെ കേരളത്തിൽ നിന്ന് 17 പേർ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. ജോൺ ബ്രിട്ടാസ് കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാകും. 5-അംഗ കൺട്രോൾ കമ്മീഷനിൽ കേരളത്തിൽ നിന്ന് M വിജയകുമാർ ഉണ്ട്. പശ്ചിമ ബംഗാളിലെ DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി കേന്ദ്ര കമ്മിറ്റിയിലെ പുതുമുഖമാണ്. കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരണം. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഭരണം തിരിച്ചുപിടിക്കണം. രാജ്യത്തെ എല്ലായിടത്തും CPIM-ന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വിപുലമായ പ്രവർത്തനങ്ങളായിരിക്കും വരും നാളുകളിൽ CPIM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. മധുരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പനൊപ്പം K രാജേന്ദ്രൻ.